റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അങ്ങയുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മറ്റ് മുഅ്മിനാത്തുകളാവുന്ന സ്ത്രീകളോടും പറയണം അവരുടെ ജലാബീബിഹിൻ അവരുടെ മുകളിലേക്ക് താഴ്ത്തിയിടാൻ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകം അവളുടെ മുഖമാണ്. ആ മുഖത്തിലാണ് സൗന്ദര്യം മൊത്തം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ഈ ഭാഗം മറച്ച് അല്ലാതെ നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ അത്യാവശ്യത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട കുറെ ഫിഖഹിയായ ചർച്ചകൾ അങ്ങോട്ടെല്ലാം ഞാൻ കിടക്കുന്നത്. ഒരു പെണ്ണുമാണ് ഒരുമിച്ച് കൂടുമ്പോൾ മുഖം തുറന്നിരുന്നാൽ അന്യോന്യം അങ്ങോട്ടും കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മുഖം തുറന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും ആകർഷണത്തിലേക്ക് എത്തും. പതിയെ സംസാരത്തിലേക്ക് കിടക്കും. പിന്നെ അതിന്റെ അപ്പുറം തലങ്ങളിലേക്ക് അത് വികസിക്കും. അങ്ങനെ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ഛിദ്രമാവും, പലപ്പോഴും ജീവിതം തന്നെ നശിക്കേണ്ടി വരും. ഈ ഒരു അധർമ്മത്തിലേക്ക് വഴിവെക്കാതിരിക്കാൻ സ്ത്രീകളോട് ഉത്തരയും താഴ്ത്തിയിടാനും പുരുഷന്മാരോട് പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണ് ചിമ്മാനും കണ്ണ് താഴ്ത്താനും ഖുർആൻ കൽപ്പിക്കുന്നു. ഹിജാബ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത്? മുഖം മൊത്തം മൂടുന്ന ഒരു മനുഷ്യനെ തന്നെ റദ്ദ് ചെയ്യുന്ന, അവനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന വസ്ത്രമാണെങ്കിൽ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഇല്ലാതാക്കുന്നു. നിങ്ങൾ കണ്ണുകൾ ഉൾപ്പെടെ മൂടുന്നു. ഇനി വേറെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ശിരോവസ്ത്രം, അതൊന്നും അയാളുടെ മുഖത്തെ എത്ര ലോകത്തെ ഏറ്റവും വലിയ പാപമായ മുടി കാണിക്കൽ, അത് മാത്രമല്ല അതിനകത്തുള്ളൂ. അതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ മുഖവും ഈ മൊത്തം അങ്ങ് റദ്ദാക്കി കളയുക, ടോട്ടലി അങ്ങ് ആക്കി കളയുന്ന വസ്ത്രങ്ങൾ അപകടകരമാണെന്ന് ആരും മറ്റൊരു സമൂഹത്തിൽ ഒരാൾ നമുക്കെതിരെ വരും, ആണാണോ പെണ്ണാണോ പോലും നമുക്കറിയില്ല, അയാളുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയില്ല, അയാളുടെ കണ്ണുകൾ എങ്ങനെയാണ് നമ്മളോട് സംവദിക്കുന്നത്, മുഖം ഒന്നും അറിയില്ല, ഇതിനൊക്കെയുള്ള റൈറ്റ് നമുക്കില്ലേ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന വസ്ത്രധാരണ രീതിയാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നത്. ശിരോവസ്ത്രം ഇടുന്നവർ ഇടാം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സാധനം വേണ്ട. നെറ്റ്വർക്ക് മനുഷ്യന് അവരെയൊക്കെ ആഹാരം കഴിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അവരെവിടെയെങ്കിലും പബ്ലിക് പ്ലേസിലൊക്കെ ചെന്നിരുന്നിട്ട് അയ്യോ സത്യം പറയാൻ ഇത് ഏത് ലോകത്താണ്? ടൈം ഡയലേഷൻ ആണ് ശരിക്കും. ഇങ്ങനെ ഒരു ഇതിനകത്ത് കയറിയിരുന്ന പഴയ ഇതിപ്പോൾ സൗദി അറേബ്യ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്രയോ കാര്യങ്ങൾ ഇതൊക്കെ ഹോട്ട് പൊട്ടാറ്റോ പോലെ ചീഞ്ഞ തക്കാളി പോലെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇല്ലാത്തതിന്റെ 10 ഇരട്ടി ബഹളമാണ് ഇവിടെ. എന്നുവെച്ചാൽ സൗദി അറേബ്യയിൽ തന്നെ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും കുറച്ചുകൂടെ പരിഷ്കരണത്തിന്റെയും പാതയിലാണ് സൗദി അറേബ്യ. അത് അവരെ ഒരു ഔദാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ദേ ഹാവ് ടു, വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യനെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. പുറംതിരിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പഴയ ഈ പറഞ്ഞ പോരിശകളൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല.